നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിരീടം സിനിമയിലെ കൊച്ചിൻ ഹനീഫയെ അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല. നാടുവിറപ്പിക്കുന്ന കൊടും കുണ്ടയായി കൊച്ചിൻ ഹനീഫ അഭിനയിക്കുമെങ്കിലും ആളൊരു ശുദ്ധഭാവമാണ്. അതിന് സമാനമാണ് ഇന്നലെ LDF യോഗത്തിൽ സംഭവിച്ചതും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്വാസമൊക്കെ പിടിച്ച് LDF യോഗത്തിലേക്ക് കടന്നു വന്നു. ADGPയെ മാറ്റണം എന്ന് വാശി പിടിക്കുകയായിരുന്നു CPIയും RJDയും. മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിക്കുമെന്നാണ് പൊതുവെ LDF നേതാക്കൾ കരുതിയത്. എന്നാൽ കയറി വന്ന മുഖ്യമന്ത്രി കൊച്ചിൻ ഹനീഫയായി മാറുന്ന കാഴ്ച. PV അൻവർ ഒരു പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണ് എന്ന് മുഖ്യമന്ത്രി LDF യോഗത്തിൽ തുറന്നടിച്ചു. എന്നാൽ കൂടുതൽ വിശദീകരിക്കാനുള്ള ധൈര്യമില്ലാതെ പോയി മുഖ്യമന്ത്രിക്ക്. UDFിലെ PV അൻവറുടെ പൂർവ്വകാലം ഓർമ്മപ്പെടുത്തുകയായിരുന്നു മുഖ്യമന്ത്രി. LDFന് ഒരച്ചടക്ക രീതിയുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ പരിമിതിയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തിലുള്ളവരോട് പറഞ്ഞത്. ചുരുക്കത്തിൽ എന്താണ് പരിമിതി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസം. ഒരുപാട് വാളുകൾക്കിടയിലൂടെ നടന്ന ഇരട്ടച്ചങ്കൻ ഇപ്പോൾ പരിമിതികളുടെ പേരിൽ ഭയക്കുന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ കുറിച്ചാൽ അതിൽ കുറ്റം പറയാനില്ല. ചുരുക്കത്തിൽ പഴയ പിണറായി വിജയനല്ല ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള പിണറായി വിജയൻ. പണ്ടൊക്കെ എത്ര വാളുകൾക്കിടയിലൂടെയും നെഞ്ചുവിരിച്ച് ഇരട്ടച്ചങ്കൻ നടന്നിരുന്നു. ഇപ്പോൾ ഇരട്ടച്ചങ്കൊക്കെ ഓട്ടച്ചങ്കായി എന്ന് സമൂഹ മാധ്യമങ്ങൾ. PV അൻവറിനെ പോലൊരു ഡൂക്കിലി നേർക്ക് നേർ നിന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിറയ്ക്കുന്നു. ഇനിയാണ് ബഹുവിശേഷം. സാധാരണഗതിയിൽ പിണറായി വിജയൻ വിശദീകരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇന്നലെ LDF യോഗത്തിൽ അങ്ങ് പച്ചയ്ക്ക് വിശദീകരിച്ചു. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് ADGP അവരെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമുക്കിടയിലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ടതോടെ LDF നേതാക്കൾക്കൊക്കെ ഒരു സിമ്പതി. മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അത്തരം ചിന്തയില്ല, പൂർണ്ണ വിശ്വാസമാണ് എന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിൽ ഇടതുമുന്നണി യോഗത്തിൽ ADGP അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കി പിണറായി എന്നൊക്കെ വലിയ വാർത്തകളായിരുന്നു ഇന്നലെ നിരന്നത്. എന്നാൽ LDF യോഗത്തിലെത്തി കൊച്ചിൻ ഹനീഫ മോഡലിൽ LDF നേതാക്കളുടെ കാലിൽ വീണ പിണറായി വിജയനോട് സിമ്പതി തോന്നി ആ നേതാക്കൾ എല്ലാം അംഗീകരിച്ചു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPIയും RJDയും ഒക്കെ ഇന്നലെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. LDF യോഗത്തിന് തൊട്ടു മുൻപ് പിണറായി വിജയൻ ചില തന്ത്രങ്ങൾ ഒരുക്കി. ചില CPM നേതാക്കൾ CPI നേതാക്കളുമായി ചർച്ച നടത്തി. യോഗത്തിൽ പിണറായി വിജയനെ ബുദ്ധിമുട്ടിക്കരുതെന്നായിരുന്നു CPM നേതാക്കളുടെ ആവശ്യം. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ RSS നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുതെന്നുമായിരുന്നു CPIയും RJDയും LDF യോഗത്തിൽ പറഞ്ഞത്. തൃശൂർ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം ADGPക്കാണ് എന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ തുറന്നടിച്ചു. അപ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് താഴെ വന്നു. ഇപ്പോൾ നടത്തുന്ന DGPയുടെ അന്വേഷണത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി LDF യോഗത്തെ അറിയിച്ചത്. നിങ്ങൾ എനിക്ക് ഒരൊറ്റ മാസം തരണം. DGP നടത്തുന്ന അന്വേഷണത്തിൽ ADGPയിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും എന്ന് LDF യോഗത്തിന് വാക്കുകൊടുക്കുകയും ചെയ്തു പിണറായി വിജയൻ. പോലീസിനും ശശിക്കുമെതിരെ പരസ്യമായി അൻവർ ആരോപണമുന്നയിക്കുന്നതിനെതിരെ ഇന്നലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു. ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും കാര്യമാക്കുന്നില്ല എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. തൊട്ടു പിന്നാലെ PV അൻവർ നീതി കിട്ടും വരെത്താൻ പോരാടും. അൻവർ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമല്ല എന്നായിരുന്നു LDF കൺവീനർ പറഞ്ഞത്, അതും മാധ്യമപ്രവർത്തകരോട്. അതിന് മറുപടിയായി അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെ: കേരള പോലീസിലെ ഒരു സംഘം വ്യാപകമായി പാർട്ടി സഖാക്കളുടെ ഉൾപ്പെടെ കോളുകൾ ചോർത്തുന്നുണ്ട്. ഇന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നു. തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം RSS കത്തിച്ചെങ്കിൽ അതിൻ്റെ പേരിൽ കണ്ണൂരിലുള്ള സഖാവ് കാരായി രാജൻ്റെ ഫോൺ ചോർത്തുന്നതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കാലങ്ങളോളം രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട് നാടുകടത്തപ്പെട്ട സഖാവാണ് കാരായി രാജൻ. അത്രയേറെ ത്യാഗം സഹിച്ചിട്ടുള്ള സഖാവിനെ സ്വാമിയുടെ ആശ്രമം കത്തിക്കൽ കേസുമായി ബന്ധപ്പെടുത്താൻ ആർക്കാണ് ഇവിടെ ഇത്ര ധൃതി? നിരപരാധികളായ സഖാക്കളെ വേട്ടയാടുന്ന പോലീസിലെ ചിലരുടെ മനോഭാവം എതിർക്കപ്പെടേണ്ടതുണ്ട്, അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. കാരായിൽ നിന്ന് കണ്ണൂരിലെ ജയരാജന്മാരിലേക്ക്, അവിടെ നിന്ന് AKG സെന്ററിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇത് ബുബറാങ് ആവുമെന്ന അവസാനത്തെ നിമിഷത്തെ ആരുടെ ഉപദേശമാണ് ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? അല്ലെങ്കിൽ ഈ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതിൻ്റെ പാപഭാരം ഈ പാർട്ടിയും കാരായി പോലുള്ള സഖാക്കളും തലയിൽ പേറേണ്ടി വന്നേനെ.
നീതി കിട്ടിയില്ലെങ്കിൽ അത് കിട്ടും വരെ പോരാടും. അതിനി ദിവസക്കണക്കൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടാലും അതൊന്നും കാര്യമാക്കുന്നില്ല. എനിക്ക് വേണ്ടിയല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ പോരാട്ടം. സഖാവ് കാരായിക്ക് ഐക്യദാർഢ്യം. അങ്ങനെ TP രാമകൃഷ്ണന് ആ സമയത്ത് തന്നെ അൻവർ മറുപടി നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ നിസ്സഹായാവസ്ഥ LDF യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. തനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. എന്നാൽ പിണറായി വിജയനെ പരിമിതിയുള്ളൂ, തനിക്ക് പരിമിതിയില്ല എന്ന് കേരളത്തിൻ്റെ DGP ഇന്നങ്ങ് തെളിയിച്ചു കൊടുത്തു. ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിനുള്ള ശുപാർശയാണ് ഇപ്പോൾ DGP കൊടുത്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ. ഇനി മുഖ്യമന്ത്രിക്ക് അത് അംഗീകരിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. വിജിലൻസ് അന്വേഷണം അംഗീകരിച്ചാൽ അപ്പോൾ തന്നെ ADGP രാജിവെക്കേണ്ടി വരും. ചുരുക്കത്തിൽ LDF യോഗത്തിലൂടെ ADGPയെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയുടെ തലയ്ക്കുമീതെ വളർന്ന് DGP ADGPക്ക് പണി കൊടുക്കുന്ന കാഴ്ച. TV അൻവർ MLA ആരോപിച്ച അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ 5 കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണ ശുപാർശ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ DGP. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുക്കും. ADGPക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറി നിന്നേ തീരൂ ADGP. ചുരുക്കത്തിൽ വലിയ കുരുക്കായിരിക്കുന്നു പിണറായി വിജയന്. പിണറായി വിജയൻ ഇന്നലെ LDF യോഗത്തോട് പറഞ്ഞത് വളരെ ശരിയാണ്. തനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്. എന്തൊക്കെയോ ഭയക്കുന്ന മുഖ്യമന്ത്രി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.